you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. ആൻറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അല്ല, നിന്റെ ഡാഡി എവിടെ? പപ്പ? പുതിയ പപ്പയെ കാണാനുള്ള ഒരു തിടുക്കത്തിലാണ് ഞങ്ങൾ ഓടി വന്നത്. അല്ല അർജുനെ? അല്ലടാ ലൂക്ക, അങ്ങനെയൊന്നുമല്ല. ഒന്ന് പോടി. ഞങ്ങൾ അന്ന് മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഞങ്ങളല്ല, എവിടെ വിചാരിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും അതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. പിന്നെ പോരാഞ്ഞിട്ട് എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഞാൻ നിന്റെ കൂടെ നിൽക്കാനാണ് വന്നത്. ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോട് എന്തൊക്കെയോ ദേഷ്യം കാണുന്നു. എൻ്റെ മമ്മ അങ്ങനെ കാണിച്ചതിന് നീ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്ന വിചാരിച്ച. ഭാഗ്യത്തിന് നീ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ. എനിക്കത് മതി. ഞാൻ എന്തിനാടാ ദേഷ്യം കാണിക്കുന്നത്? നീ തന്നെ പറ. എനിക്ക് ദേഷ്യം ഇല്ല എന്നല്ല, ആ ടൈമിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അത് എൻ്റെ സ്ഥാനത്ത് നീ ആയാലും അങ്ങനെയല്ലേ കാണിക്കത്തുള്ളൂ. പിന്നെ എവളുമാരൊക്കെ പറയുന്നിട്ടപ്പോൾ ഞാനും ചിന്തിച്ച് നോക്കി, നിൻ്റെ മമ്മ അങ്ങനെ കാണിച്ചതിന് നീ എന്ത് ചെയ്തിട്ടാ? നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല. പിന്നെ എൻ്റെ പപ്പ, പുതിയ പപ്പയുടെ കാര്യം അതൊന്നും നീ പറയണ്ട. അത് പിന്നെ എക്സ്ക്യൂസ് മീ, ചോദിക്കാതെ കയറി വന്നതില് സോറി. ലൂക്ക, ഒരു ടൈം കിട്ടുമെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് സംസാരിച്ചാലോ? ലൂക്ക, ഈസ് ദിസ് അബി? നമ്മുടെ കൂടെ പണ്ട് കോളേജിൽ ഉണ്ടായിരുന്ന അബിയല്ലേ ഇത്? മാൻ, അബി എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ താൻ? അല്ല, താനിപ്പോ എന്ത് ജോബാ ചെയ്യുന്നേ? എന്തൊരു ചേഞ്ചാ! നീ പഠിക്കുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അബി. ലുക്ക്, ഹീസ് ടോട്ടലി ചേഞ്ച്ഡ്. അമേസിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുരൊക്കെ മാറാൻ പറ്റുമോ? എടാ അർജുൻ, സിൻഡ, അത് അഭിജിത്ത് അല്ല, ഇത് അഭിറാമാണ്. ഐ മീൻ നമ്മുടെ അഭിജിത്ത് ഉണ്ടല്ലോ, അവനൊരു ട്യൂൺ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഈ പുള്ളിക്കാരൻ. ഈസ് ഇവിടുത്തെ ഫിനാൻഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കും, ഞാൻ പോയി സംസാരിച്ചു തരാം. വാട്ട് യു മീൻ ട്വിൻ ബ്രദറോ? എന്ത്, നമുക്ക് അങ്ങനെ ഒരു അറിവ് ഉണ്ടായിരുന്നില്ലല്ലോ. കൺഫ്യൂഷൻ ആണല്ലോടാ. ഹായ് അഭിരാം, ഐ ആം അർജുൻ ശർദർ. ഞാൻ ലൂക്കയുടെ ഫ്രണ്ടാണ്. ആൻഡ് ദിസ് ഈസ് സിൻഡ ലൂക്കയുടെ കസിനാണ്. ഞാൻ ലൂക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. തൻ്റെ അനിയന് ഞങ്ങളെ അറിയാം, ബട്ട് ഇത് ടോട്ടലി സർപ്രൈസ് ആയിപ്പോയി. എനിവേ, നിങ്ങൾ സംസാരിച്ചോ. ശരി. എന്തല്ലേ, ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്നാലും അല്ല, ഞാൻ നിന്നോട് നീ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ്. നിന്റെ ഉദ്ദേശം എന്താ? നീ എന്തുദ്ദേശം ഇങ്ങോട്ട് വന്നേ? എൻ്റെ അതേ ഉദ്ദേശം തന്നെയാണോ, അതോ നീ അതിൽ നിന്നൊക്കെ ഇനി പിന്മാറിയോ? നിന്റെ നിപ്പ് കണ്ടിട്ടും നിന്റെ വരക്കം കണ്ടിട്ടും എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്റെ മമ്മേനെ കല്യാണം കഴിച്ച അവന്റെ മുമ്പിലോട്ട് നീ ഇത്ര ധൈര്യമായിട്ട് കയറി വരണമെങ്കിൽ നിന്റെ മൈൻഡിൽ ആ ഉദ്ദേശം തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ സമ്മതിച്ചു. വേറൊരു നിസ്സാര പ്രണയത്തിന് വേണ്ടി നീ ഇത്ര റിസ്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അർജുനെ. സിൻഡ, അതിന് ഞാൻ സിൻഡയല്ലല്ലോ, അർജുനല്ലേ. നീ പറഞ്ഞല്ലോ നിസ്സാര പ്രണയം. അത് നിനക്ക് ചിലപ്പം അവനോട് തോന്നിയത് വെറും ഒരു നിസ്സാര പ്രണയമായിരിക്കും. പക്ഷെ അർജുനും അതങ്ങനെയല്ല. അർജുൻ ഇന്നലെ മുട്ടിട്ട് വിരിഞ്ഞതുമല്ല. പിന്നെ ആ വണ്ടിയിൽ നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണോ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് എന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീ ഇപ്പോ ഈ ടൈമിൽ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. അതുകൊണ്ട് നീ മിണ്ടാതില്ല, ഞാനും മിണ്ടാത്തില്ല. ഒന്നും മനസ്സിലായോ? നീ ആ പറഞ്ഞ സെറ്റിൽമെന്റില് എനിക്ക് ഓക്കെയാ. ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ എന്നെക്കാളും നിനക്ക് ഒരുപാട് പേടിക്കാനുള്ള. കാരണം ഞാൻ പുറത്തുനിന്നാ നോക്കിയത്, പക്ഷെ നീ അകത്തുനിന്നത് കിട്ടാനാ ഭയങ്കര പാട്. പുറത്തത് നമുക്ക് എപ്പോ വേണോ പറിച്ചെടുക്കാം. നീ മറക്കണ്ട. ഏതായാലും നടക്കട്ടെ.
എൻ്റെ പൊന്നു സിൻഡ, ഞാൻ ആഗ്രഹിച്ചത് ഇനി എന്നെ വിട്ട് എത്ര അകലം പോയാലും അത് സ്വന്താക്കാതെ ഈ അർജുനന് സമാധാനമില്ല. അർജുൻ അതിനെയും കൊണ്ടേ പോവും, അതിന് എന്തായാലും. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ നേരമായല്ലേ, ഐ നോ. ബട്ട് എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് ചിലപ്പോൾ ഇൻ കേസ് ലൂക്കാന്ന് വിളിക്കാമല്ലോ അല്ലേ. സോ ലൂക്ക എന്നെ ചിലപ്പോൾ ജോലി എന്ന് തന്നെ പറഞ്ഞോളൂ. പക്ഷെ എങ്കിൽ പോലും പണ്ട് തൊട്ടേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മുഖത്തോക്കി പറയൊക്കെയാണ് പൊതുവെ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ജോലി പോയാലും എനിക്കൊന്നുമില്ല, കാരണം ഹീ സോ ഇമ്പോർട്ടൻറ്റ് ടു മീ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ള കാര്യം പറയാം. കാശിനാഥൻ ലൂക്കയായിട്ട് എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല, എനിക്കത് അറിയാൻ താല്പര്യമില്ല, എനിക്കത് അറിയുകയും വേണ്ട. ഞാനതൊരിക്കലും ലൂക്കയോടോ കാശിനാഥനോടോ ചോദിക്കത്തുമില്ല. ആയിരിക്കാം ചിലപ്പോൾ അമ്മേനെയൊക്കെ കല്യാണം കഴിക്കുന്ന ആരോടായാലും ഇങ്ങനെ ഒരു റിവെഞ്ച് ദേഷ്യമൊക്കെ തോന്നാം. പക്ഷെ അതല്ല നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ലൂക്ക, ലീവ് ഹിം. അഭിജിത്ത് ഈസ് മൈ വൺ ആൻഡ് ഓൺലി ബ്രദർ. അവൻ എൻ്റെ ബ്ലഡാണ്. അവൻ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോടുത്ത് വാക്കാം മരിക്കുന്നതിന് മുമ്പ്. അവനെ ഞാൻ എന്ത് കൊടുത്തും ഏത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യാമെന്ന്. അവനെ ചൊറിയേറ്റാനും അവനെ വേവേറ്റാനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ മുമ്പ് വെച്ച്. എന്ന് വെച്ച് അവൻ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ അവനെ വെച്ച് കളിച്ച് കാശിനാഥിനെ തളർത്താമെന്ന് നീ വിചാരിക്കരുത്. അവനെന്തെങ്കിലും പറ്റിയ പിന്നെ കാശിനാഥ് ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്, ഈ റാമായിരിക്കും. സോ ലൂക്ക, ആ ഒരു ആഗ്രഹം കളഞ്ഞേക്ക്. ഐ നോ യു ആർ മൈ ബോസ്, ബട്ട് ഹീസ് മൈ എവറിത്തിങ്. അതുകൊണ്ട് പറയുന്നത് എനിക്കറിയാം, ഈ സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് അവൻ ഭയങ്കര സെൻസിറ്റീവാണ്. അതൊക്കെ അവൻ സീരിയസ് ആയിട്ട് എടുത്തു കളയും. അപ്പോൾ അതൊന്നും അവന് സഹിക്കാൻ പറ്റത്തില്ല, ചതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. സോ ദൈവത്തെ ഓർത്തും വേണമെങ്കിൽ ശൈത്താനെ കൂടെ ഓർത്തും ഈ പരിപാടി തന്നെ നിർത്തിക്ക്. അവനെ വെച്ച് കളിക്കുന്ന പരിപാടി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നീയായിട്ട് നിന്ന് കാശിയോട് ചെയ്താൽ മതി. അബീൻ്റെ അടുത്തോട്ട് പോകണ്ട. സാധാരണ എൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരാറാ പതിവ്. ഇപ്പോഴും വരുന്നുണ്ട്, കാരണം എൻ്റെ ഒരു എംപ്ലോയി എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്തിട്ട് ഉള്ളൊരു ദേഷ്യം. അല്ലാണ്ട് നിന്നോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം തോന്നില്ല ബ്രോ. പിന്നെ ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഫ്രാൻസിസ് പറയുന്നതായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്ലാനൊക്കെ വച്ചിരുന്നു. ബട്ട് ഈ നിമിഷം വരെ എൻ്റെ മനസ്സിലത് നടപ്പാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. ആ ടൈമിൽ ഒരു ദേഷ്യം വെച്ചിട്ട് അത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരാളുടെ ഫീലിങ്സ് വിളിച്ച് കളിക്കുന്നതൊക്കെ മഹാ തെണ്ടിത്തരമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ പറയാതെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, നിൻ്റെ അനിയനായിട്ട് എൻ്റെയും കാശിയുടെ ഇടയിൽ കയറി ഇടപെട്ടാൽ ഞാൻ നിൻ്റെ അനിയനാന്ന് നോക്കത്തില്ല. അവൻ്റെ ലൈഫിൽ ഞാൻ കയറി ഇടപെടും, അത് നീ മറക്കണ്ട. അവൻ ഇടയിൽ കയറി ചുക്കാൻ പിടിക്കാത്തിടത്തോളം കാലം അവൻ സേഫാണ്. പക്ഷേ എൻ്റെയും കാശിയുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കയറി അവൻ വരാതിരിക്കാൻ നീയാ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. സോ ഇടപെട്ടാൽ മാത്രം ഞാനും ഇടപെടും, ഇല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ കാണാം. ശരി എന്നാ. കാണാൻ നല്ലല്ലോ ലൂക്ക, നമ്മൾ എന്തായാലും കാണേണ്ടി വരും. ബിക്കോസ് എൻ്റെ മുമ്പിൽ ഇപ്പം 2 വഴികളാണുള്ള, ഒന്ന് സ്റ്റീഫൻ, ഒന്ന് ഇഷ. ദേവദൂതർ പാടി. എന്താടാ രാവിലെ നീ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? എന്താ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത്ര നേരം നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്താടാ? ഒരുങ്ങുന്നത് രാവിലെ ഫാഷൻ ഷോയാ ഈ വീട്ടിൻ്റെ 4 ചുറ്റും കിടന്ന്. ഒന്ന് പോയ നീ, ഞാൻ രാവിലെ തന്നെ ഭ്രാന്തെടുത്താണ് നിൽക്കുന്നത്. എനിക്ക് ഈ പണി പറ്റത്തില്ല, നമുക്കിത് മതിയാക്കിയിട്ട് പോയാലോ? പൈസ വേറെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. അതിനാണല്ലേ നമ്മളിവിടെ വന്നതും. നീ എൻ്റെ വായിനൊന്നും കേൾക്കല്ലേ. എൻ്റെ പൊന്ന് കാശി, നമ്മൾ ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞു. അതിനിപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. പോരാനിട്ട് ഉമ്മാരുടെ വായിക്കുന്നതൊക്കെ കേട്ടിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലേ ഉമ്മാർ വിചാരിക്കും നമ്മൾ വെറും മൊണ്ടന്മാരായിട്ട് തോറ്റു പോയതാണ്. അതോട്
ഏതായാലും ഞാൻ വരുന്നില്ല, നീ പോകുന്നെങ്കിൽ ഇറങ്ങിപ്പോയ്ക്കോ. അല്ല ഇപ്പം നിനക്ക് പോകണമെന്ന് തോന്നാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? വല്ലതും മൊഴിഞ്ഞൊന്ന് പറയുമോ? എന്നാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ? എടാ കാര്യം വേറൊന്നുമല്ല. ഇഷാമേവൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അഡ്വക്കേറ്റിന് എന്തൊക്കെയോ ഡൗട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ വിളിച്ച് ഇഷാമേവനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിരുന്നു. ഇഷാമേവൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇഷാമേവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ്. ഇവരെന്നോട് കുറച്ച് ആദ്യമൊക്കെ കുറച്ച് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഈ ലൂക്കയൊക്കെ ഇപ്പം നല്ല അഡ്ജസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ആ ടൈമിൽ ഞാനങ്ങനെ നിന്നത് നിനക്കറിയാമല്ലോ, സാധാരണ ഒരു രീതിയിൽ. അതൊക്കെ വെച്ചായിരിക്കും ഡൗട്ട് താനൊന്നുകൂടെ സ്ട്രോങ് ആവണോ, കുറച്ചൊരു സ്ട്രോങ് ഫാദറായിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു എന്നോട്. എനിക്ക് പറ്റത്തില്ല അബി, ഇതിപ്പോൾ ഓവറായിക്കൊണ്ട് പോവാ. ഓ ഇത്ര ഉള്ള നീ ഒന്ന് സ്ട്രോങ് ആവടാ, അപ്പോൾ പ്രശ്നമൊന്നും തീർന്നില്ലേ? എടാ നീ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ വേറെ ആരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്ക് അവന്മാരുമായിട്ട് എതിർത്ത് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു അവസരം. വെറുതെ ഇത് വേസ്റ്റ് ആക്കണോ? പിന്നെ അഗസ്റ്റി സാർ പറഞ്ഞ നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, മുതലെടുക്കാൻ പറ്റിയ അവസരം മുതലെടുക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ നീ ഇതങ്ങ് മുതലെടുക്കുക, അതേ നടക്കത്തുള്ളൂ. ലൂക്കയ്ക്കിട്ടൊരു പണിയാവും, അവന് നമുക്കൊരു പാഠവും പഠിപ്പിക്കാം. എന്തിന് പാഠം പഠിപ്പിക്കണ? നീ പോയടാ, എനിക്കവനെ പാഠമൊന്നും പഠിപ്പിക്കണ്ട. അവൻ പാവമാണ്. അവൻ്റെ അമ്മേനെ ഇപ്പം ഞാനല്ല നീയാണ് കല്യാണം കഴിച്ചെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരായാലും അവൻ്റെ സ്ഥാനത്ത് ചിന്തിച്ചാൽ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറും. പിന്നെ ഓരോന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദേഷ്യം വരും, അതുകൊണ്ട് തിരിച്ച് പറഞ്ഞു പോകുന്നത്. അല്ലാതെ എനിക്ക് അവനോട് പേഴ്സണൽ റിവെഞ്ച് ഒന്നുമില്ല. പക്ഷേ എടാ എന്നെക്കാളും വയസ്സ് മൂത്തവരടുത്ത് ലൂക്കയുടെ കാര്യം വിട്. ബാക്കിയുള്ളവരോട് ഞാൻ ഇങ്ങനെയുള്ള ഒരു തന്തയെ പോലെയൊക്കെ പോയി നിന്നിട്ട് ആജ്ഞാപിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ ആദ്യം തന്നെ പറഞ്ഞ കാര്യം അതാ. കുറച്ച് സ്ട്രിക്റ്റ് ഫാദറായിട്ട് കാണിക്കാനായിട്ട് എന്നെ കൊണ്ടാവുന്നു പറ്റത്തില്ല. നീ തിമ്മിണ്ടായിരുന്നെ പൈസ വാങ്ങിച്ച പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാം എങ്ങനെയെങ്കിലും. എത്ര രൂപ? 5 ലക്ഷം രൂപയോ? എങ്ങനെ തിരിച്ചു കൊടുക്കും? മാസം വെറും 4000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ജോലിയാണ് നിനക്കുണ്ടായിരുന്നത്. എനിക്കോ സെയിം ജോലി തന്നെ. ആ ജോലിയിൽ നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? പറയൂ. എൻ്റെ പൊന്നു കോശി, മണ്ടന്മാരെ പോലെ ചിന്തിക്കാതെ ബുദ്ധിയുള്ളവരെ പോലെ ചിന്തിക്കാൻ നോക്കാൻ. ഇപ്പം ഞാൻ എന്തിനാണോ നീ പറഞ്ഞു വരുന്നത്? എടാ ആ ലൂക്കയുടെ സ്വഭാവം നിനക്കറിയാലോ പണ്ട് തൊട്ടേ. അവൻ പരമചെറ്റയാ. എല്ലാം നിൻ്റെ മറ്റവനാണ്, എന്നാലും നീ ഒന്നും വിചാരിക്കരുത്, ഞാൻ മൂത്തോക്കി പറയാലോ. പരമചെറ്റ. പബ്ബിൽ പോവുക, കുടിക്കുക, അങ്ങനെയാ ഇങ്ങനെയാ, പെണ്ണുങ്ങളോടെ കറങ്ങുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നിൽക്കുന്ന ഈ 3 മാസം കൊണ്ട്, അതായത് ആൻറ്റി ഈശാമേം അവർ വരാൻ എന്തായാലും ഇനി 2-3 ആഴ്ച കൂടെ ഉണ്ട്. ആ ടൈമിൽ നിനക്ക് അവനെ പുഷ്പം പോലെ നേരെയാക്കി എടുക്കാം. അതായത് ആ അഡ്വക്കേറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം വരെ. ആ ടൈം കൊണ്ട് അവനെ നമുക്ക് നേരെയാക്കി ഒരു സുന്ദര കുട്ടപ്പനായിട്ട് പിന്നെ നിനക്ക് തന്നെ കേട്ടാം. പിന്നെ പോരാണ്ട് നമ്മുടെ പൈസയും നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ആ ചേട്ടന്മാരൊക്കെ കയറി അപ്പനാവണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ തെറ്റ് കണ്ട നീ അപ്പനാവുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ നീ ഒരു അപ്പനായിട്ട് അങ്ങ് ജീവിക്കുക. അവരഭിനയിക്കാനല്ലേ പറഞ്ഞു, നീ ജീവിക്കുക. നീ ഒരു അപ്പനായ എങ്ങനെയായിരിക്കും അതുപോലെ അങ്ങ് കാണിക്കുക, അത്രേ ഉള്ളൂ. ആദ്യം നീ പറഞ്ഞ പോയിൻ്റാ, അവനെ നേരെയാക്കേണ്ടത് ഒരാവശ്യം തന്നെയാണ്. അപ്പോൾ ജീവിക്കല്ലേ? ആടാ ജീവിക്കും, ഞാൻ ഉണ്ടല്ലോ നിൻ്റെ കൂടെ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് ജീവിക്കും. അപ്പനായിട്ട് നമ്മളിവിടെ തകർക്കും. ഈ തൈപ്പറമ്പ് വീട് നമ്മൾ തലവുത്തരം വയ്ക്കും. പിന്നെ ആ അഡ്വക്കേറ്റിന് ഇതൊരു ഫേക്ക് മാരേജ് അല്ലെന്നും ശരിക്കുള്ള മാരേജ് ആണെന്നും നമ്മൾ തെളിയിക്കും. പോരെ, നമ്മുടെ ജോലി നമ്മൾ ചെയ്യും. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് തന്നെ കയറാം. എന്തൊക്കെ ആവോ എന്തോ. ഓ ആ സൺഡേ ഈവനിങ് ഒന്ന് പോടാ. ഇന്നെന്തായാലും പബ്ലിക് പാർട്ടിയുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് പോവല്ലേ? വേറെ ഷെഡ്യൂളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് പോവാം. എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് വീട്ടിലുള്ളതല്ലേ, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പോവാം. അതേതായാലും നല്ല പാട്ടിയെങ്കിൽ പാട്ടി. 2 ദിവസം കൊണ്ട് മനുഷ്യന് അല്ലെങ്കിൽ നട്ടത്തിരിഞ്ഞ പ്രാന്ത. അവിടെയെങ്കിലും പോയി കുറച്ചൊരു സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അവിടെയെങ്കിലും സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു.
എൻ്റെ പൊന്നു ലൂക്ക, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ സമാധാനം പോകാൻ മാത്രം ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചേ? എടാ ആൻറ്റിക്കൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നി, കല്യാണം കഴിച്ചു. എടാ എത്ര പ്രായാലും അവർക്കെന്നും പറഞ്ഞ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നത് അത്ര വലിയ തെറ്റാണോ? സിൻ്റെ വേണ്ടേ വെറുതെ ശവത്തി കുത്തലടി. നിനക്കെല്ലാം അറിയാമല്ലോ ഇത് വെറും ഫേക്ക് മാരേജാണ്. എടി ശരിയാ, സ്വത്ത് സാധനം തേങ്ങ മാങ്ങ അതിനൊക്കെ വേണ്ടി തന്നെ കല്യാണം കഴിച്ചേ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത എന്നാലും സ്വത്തിന് വേണ്ടി എന്തിനൊരു സെക്കൻഡ് മാരേജ്? നീ എന്നെ ആലോചിച്ച് നോക്ക്. പോരാഞ്ഞിട്ട് എനിക്കെൻ്റെ അമ്മയെ നന്നായിട്ടറിയാം. അവർക്ക് അപ്പൻ്റെ ബാധ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചു കൂടുന്നത്. ഓക്കെ ഫൈൻ, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആളാരാന്ന് നിനക്കൊക്കെ അറിയും. അതും കൂടെ ആയപ്പോഴാണ് എനിക്കെൻ്റെ ഉള്ള ഭ്രാന്തുള്ള വന്നത്. ഓഹോ, അങ്ങനെ ഭ്രാന്ത് വരാൻ മാത്രം ആരാടാ നിന്റെ അമ്മ കല്യാണം കഴിച്ചത്? വേറെ ആരെ? പണ്ട് തൊട്ടേ ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ തൊട്ടേ എനിക്ക് ആകെയുള്ളൊരു എനിമി ആരാന്ന് നിങ്ങൾക്കറിയാലോ. മൈ വൺ ആൻഡ് ഓൺലി എനിമി. അവൻ തന്നെ ആ കാശിനത്. ഞെട്ടിക്കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, ഇത്രയും വലിയ ഏജ് ഡിഫറൻസ്. അവൻ്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓളോ? എന്തിന്? ഒരു കല്യാണം കഴിച്ചേനാ? നീ ഒന്ന് പോയേ. അതൊക്കെ പണ്ടാ പ്രായവും ഇതൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ പോരാനിട്ട് ഇത് വെറും ഫേക്ക് മാരേജ് അല്ലേ, അപ്പം അവന് പൈസയുടെ ആവശ്യം കാണും. ഓ, ഈ ഓളോ എന്ന് പറഞ്ഞ സാധനം അവന് പണ്ടേ ഉണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പൈസയുടെ ആവശ്യം, അത് ഞാൻ അന്വേഷിച്ചായിരുന്നു. ഈ ചേമാരും എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്. അവനിപ്പോൾ എന്തോ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒരുപാടുണ്ടെന്ന്. പിന്നെ ഇവിടെ ചെക്കിങ്ങിനെന്നും പറഞ്ഞൊരു അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. അങ്ങേരെന്തൊക്കെയോ കുറേ പറയുന്ന കേട്ടു. അവൻ്റെ ഫാമിലീസ് എല്ലാവരും ആക്സിഡൻ്റ് ആയെന്നോ, അവൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ ആ പെൺകുട്ടി ഇപ്പോൾ ഏതോ ഒരു ഓഫനേജിലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യമാണോ കള്ളമാണെന്ന് അറിയത്തില്ല. എന്നാലും അത് കേട്ടപ്പോൾ ഞാൻ അവനോട് പോയി പറഞ്ഞു. ഇവിടെ അവൻ വന്നപ്പോൾ തൊട്ട് ഞാനും അവനെ അടിയാം. എന്നിട്ടും എന്തൊക്കെയോ അവനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ട് ഞാൻ പോയി പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോവാൻ. പക്ഷെ അപ്പോൾ അവൻ പറയാം, ഞാൻ അവനോട് പറഞ്ഞു അമ്മ കൊടുക്കുന്നേക്കാളും പൈസ അവന് കൊടുക്കാമെന്ന്. അപ്പോൾ അവൻ പറയാം അവൻ്റെ സത്യം നീതി ധർമ്മം, അമ്മയ്ക്ക് അവൻ ഒരു വാക്ക് കൊടുത്തു, അവൻ്റെ പ്രോമിസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ അവൻ പോകത്തുള്ളൂ. ആനയാണ് ചേനാണ് അവൻ്റെ കോപ്പിലെ ന്യായങ്ങളും. ഇനി അമ്മ ഇത് അനുഭവിച്ചിട്ട് പോയാൽ മതി. എൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടാളതും കൊള്ളാളതൊക്കെ കൊണ്ടിട്ടേ അവൻ പോകത്തുള്ളൂ. അതിന് അവൻ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ അവനെ കാണാൻ ദേഷ്യം വരും. നിങ്ങൾക്കറിയാലോ അന്ന് അവിടെ എന്താ നടന്നേ. അവൻ്റെ അടുത്ത് ട്രൂത്ത് ഡയറി കൊടുത്തപ്പോഴത്തേക്ക് കിസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ വന്ന് എന്നെ തന്നെ കിസ് ചെയ്തേന്നില്ല. അവൻ മനഃപൂർവ്വം അന്ന് അങ്ങനെ ചെയ്തത്. അതിനുശേഷം എന്താ കോളേജിൽ നടന്നതെന്നൊക്കെ അറിയാലോ. ഗേ കപ്പിൾസാണ്, ഗേ ആണ്, തേങ്ങയാണ്, മാങ്ങയാണ്, എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. അവൻ ഒറ്റൊരുത്തം കാരണം എനിക്ക് ആ കോളേജിൽ പിന്നെ തലനൂത്ത് കിടക്കാൻ വയ്യാത്ത. എന്നിട്ട് അവനെ അങ്ങ് മറ്റേ കാറ്റി പറത്തി വിട്ടോലെ കാണാതായി. അറ്റ് ലാസ്റ്റ് എല്ലാം അനുഭവിക്കേണ്ടി വന്നാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അതൊന്നും ഞാൻ നിങ്ങളുടെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിനിപ്പോ എന്താടാ, നിന്നെ മനസ്സിലാക്കുന്നവരൊക്കെ നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, നീ അങ്ങനെയൊന്നും അല്ലാതെ ഞങ്ങൾക്കറിയില്ലേ നിന്റെ ഫ്രണ്ട്സിന്. പിന്നെ എന്താ, പിന്നെ നിനക്ക് ആരെ ബോധ്യപ്പെടുത്തണ്ടേ? കോളേജിലുള്ള ബാക്കിയുള്ളവരാ. അവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാടാ? പിന്നെ നിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒന്നും അന്വേഷിക്കാതുള്ള എടുത്തുചാട്ടാ, അതാദ്യം നിർത്ത്. എടാ, അന്ന് അവ ഒളിച്ചോടി പോയതോ അല്ലെങ്കിൽ ഒരു കിസ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയെന്നല്ല. പിന്നെ നിന്നോട് ഇവിടെ അഡ്വക്കേറ്റ് അവരെ വന്നെന്ന് പറഞ്ഞില്ല. അയാൾ പറഞ്ഞ സത്യടാ, അവന്റെ ഫാമിലി മുഴുവൻ ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ അവന്റെ അമ്മ, അച്ഛൻ, പിന്നെ അമ്മയുടെ സഹോദരൻ ഒരാളുണ്ടായിരുന്നല്ലോ, ആ പുള്ളിക്കാരൻ, ഇവരൊക്കെ മരിച്ചു. എന്തോ ഭാഗത്തിന് അന്ന് അവന്റെ സിസ്റ്റർ സ്കൂളിൽ നിന്ന് എന്തോ ഒരു ടൂറിനോ അങ്ങനെ എന്തോ പോയേക്കായിരുന്നു, ഇവൻ കോളേജിലും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും മാത്രമായി ബാക്കി. അമ്മയച്ഛന് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഈ കാണുന്ന സ്വത്തെല്ലാം കൂടെ പറക്കി വിറ്റ് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടാണ് പോയത്. അറ്റ് ലാസ്റ്റ് വീട് ജപ്തി ചെയ്തു, സ്ഥാപനങ്ങൾ ജപ്തി ചെയ്തു, പിന്നെ പിറകെ തിരത്തി ജപ്തിയായിരുന്നു, ലോകം മുഴുവൻ കടവും. പിന്നെ അച്ഛൻ കാണിച്ച തെണ്ടിത്തരത്തിന് മക്കളൊന്നും ചെയ്യില്ലല്ലോ, അതുകൊണ്ട് തന്നെ കോർട്ട് ഈ കടമൊന്നും മക്കളടച്ച് തീർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ കടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ കയറിക്കിടക്ക ഇടമില്ലാണ്ട് അവർ രണ്ടുപേരും കൂടെ ആ ഓഫനേജിലാണ് പോയി കയറി. അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് വെറുതെ നീ അവനോട് ചാടിച്ചോണ്ട് നിൽക്കേണ്ടതാ. എടാ, അവൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് വന്നത്. പിന്നെ അവൻ്റെ അനിയത്തിക്ക് എന്തോ അസുഖമോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്കൊന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവ ഇവിടെ ഇങ്ങനെ ഒരു ജോലി കയറിയത്. കാരണം അസുഖമൊക്കെ ഉള്ളാകുമ്പം ചികിത്സയ്ക്ക് ഒരുപാട് പൈസ വേണ്ടി വരില്ലടാ. അപ്പോൾ ഒത്തൊപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കും. ഓ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അവൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലടാ. അതിനെങ്കിലും ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ട് ഇവിടെ നിന്ന് വിടത്തോളൂ. ഓ എൻ്റെ പൊന്നു ലൂക്ക, അത് പിന്നീടുള്ള കാര്യമില്ലേ, നീ അത് വിട്. അവ ഇപ്പം നമുക്ക് ഉപദ്രവം ഒന്നും കാണിക്കുന്നില്ലല്ലോ, പിന്നെ ഇതിനെ നമ്മളെ വെറുതെ അവനെ ദ്രോഹിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വല്ല കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം.
ഇപ്പം ഏതായാലും നമ്മളിപ്പോൾ നമ്മുടെ പാർട്ടിയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. പാർട്ടിക്ക് പോവുക, അടിച്ചു പൊളിക്കാൻ, തിരിച്ചു വരും. ഓക്കെ? അതുകൊണ്ട് ആ കാര്യം അങ്ങ് വിട്ടേക്ക്. അതെ, വെറുതെ എന്തിനാ അവൻ്റെ പങ്കിട്ട് കയറാൻ പോന്നെ? അവൻ്റെ സിറ്റുവേഷനൊക്കെ കേട്ട സ്ഥിതിക്ക് അവൻ ഭയങ്കര പാവാടാ. അവൻ്റെ സിറ്റുവേഷൻ മോശം. വെറുതെ എന്തിനാ നമ്മൾ അവനെ വേണ്ട അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്തുള്ള പരിപാടിയൊന്നും വേണ്ട. ഇങ്ങോട്ട് വല്ലതും വരുന്നെങ്കിൽ നമുക്ക് നോക്കാം. ശരി, നീയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടു. പിന്നെ അവനായിട്ട് ഇങ്ങോട്ട് വന്ന് എൻ്റെ അണ്ണാക്കി കൈയിട്ട് ഓരോന്ന് വാങ്ങിച്ച് കൂട്ടിയിട്ട് എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നിക്കില്ല. അവൻ പാവാണ്, തേങ്ങയാണെന്നൊന്ന്. അവൻ്റെ കയ്യിൽ പോലെ ഇരിക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ അബിയെക്കുറിച്ച് നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നിൻ്റെയൊക്കെ പാർട്ടി, ആ പാർട്ടി പിടിച്ച് എൻ്റെ ആ കാശി കയറും. നോക്കിക്കോ, പാർട്ടിക്ക് ഇപ്പം വിടാവേ നിന്നെ. ലൂക്ക മോനെ, നിന്നെ നന്നാക്കി, നിൻ്റെ തള്ളേനെ നന്നാക്കി, നിൻ്റെ തന്തേനെ നന്നാക്കിയിട്ടേ ഞാനും കാശി ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നിൻ്റെ തള്ളേനും തന്തേനും വിറ്റ കാശുണ്ടാടാ ഞങ്ങളുടെ പോക്കറ്റിൽ. അപ്പോഴാണ് പാർട്ടിയല്ലേ. എൻ്റെ അളിയന്, എൻ്റെ പോവളിയന്, എൻ്റെ കാശി അളിയന് അപ്പനായിട്ട് അഭിനയിക്കാൻ പറ്റിയ സമയം പാർട്ടി. നീ വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ, കാണിച്ചു തരാം. അളിയാ, ഇവനിതെന്ത് പറ്റി? നീ ഇത് എന്തോന്നടാ കോപ്രായം കാണിക്കണ? ഇതെന്തോന്ന് പുതിയ ലുക്കാ? നിനക്കിതെന്തോന്ന് പറ്റിയാ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എൻ്റെ ലുക്കിനൊന്നും കുഴപ്പം. ഞാൻ ഒരു വലിയ കർമ്മത്തിന് പോവാം. നീ മാറിയില്ല അങ്ങോട്ട് പോയിട്ട് വരട്ടെ. അടിയൻ കർമ്മത്തിന് പോയല്ലേ? നീ എവിടെ പോ? ഞാനൊന്നുമല്ല പറയാൻ വന്ന. നിന്നെ ആ ലിയോ ചായൻ തിരക്കായിരുന്നു. അങ്ങേറെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തോ തേങ്ങ ചോദിക്കാനോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇനി നീ എന്താ ആൻറ്റീനെ പൊയ്ക്കോ. ഞാൻ പോയി ആ ലെവിനെ പോയി കണ്ടിട്ടെ. ലിയോയാ? ഇപ്പൊ എന്തിനാ എന്നെ തിരക്കി? നീയല്ലേ ഇപ്പൊ എന്നെ തിരക്കിയെന്ന് പറഞ്ഞേ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നാ? ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കല്ലേ? അയ്യോ, ഇത് കൊള്ളാം. നീ അങ്ങോട്ട് വരാൻ നിന്നെന്നും പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, ഇതെന്തോന്ന് കോലം? ഇതെന്തോന്ന് തലയിൽ വാഴ നക്കിയല്ല, പട്ടി നക്കിയതാ? ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്നത്. എവിടെ പോന്നു? വല്ല പെണ്ണാണാനും പോണാ? എങ്ങനെ മനസ്സിലായി? പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട്. പെണ്ണാണാനല്ല, ആണ് കാണാനാ പോണം. ഞാൻ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ പോകാം. കുറച്ച് ലുക്കിൽ ഒന്ന് പോയി ഇമ്പ്രസ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഒന്ന് സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കല്ല, മാറിയില്ല അങ്ങോട്ട്. ഇമ്പ്രസ് ചെയ്യാം. നില്ല അവിടെ നില്ല. നിന്റെ ഉദ്ദേശം എന്തോന്നു? എന്തോന്ന് ഉദ്ദേശം? പ്രത്യേകിച്ച് വലിയ ഉദ്ദേശമൊന്നുമില്ല. നിനക്ക് അറിയാനുള്ള ഉദ്ദേശമൊക്കെ തന്നെ. ഞാൻ അവരെ ചെറുക്കല്ലേ, അഭിജിത്ത്. അവനൊന്ന് വളയ്ക്കാനായിട്ട് കുറച്ച് ലുക്കായിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. നിനക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ നീ ഇപ്പോൾ ഒന്ന് ചോദിക്കണം. ആടാ, എനിക്കറിയാത്. പക്ഷേ വീണ്ടും എനിക്കെന്തോ അത് ചിന്തിച്ചപ്പോൾ ശരിയല്ലെന്നാണ് തോന്നുന്നത്. എടാ ലൂയിസെ, നോക്ക്. എടാ, മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്ന മഹത്തെണ്ടിത്തരാടാ. എടാ വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ലൂക്കയുടെ കൂടെ പറഞ്ഞിട്ട് മതി. ഇപ്പൊ ലൂക്ക് നമ്മളോട് ഇത് ചെയ്യാനേ പറഞ്ഞിട്ടില്ല. സോ നമ്മളത് ചെയ്യുന്ന ശരിയല്ല ലൂയിസെ. എടാ വേണ്ട, വിട്ടേക്ക്. അയ്യോ, ആരിത്? ലിയോ സ്റ്റീഫൻ ടൈപ്പറൊന്നുമില്ല. ഒന്ന് പോയടാ. ലൂയിസ് എന്തിനെങ്കിലും മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് പോകത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ശരിയാ, ലൂക്ക നമ്മളോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ പോലും അവ ഒറ്റയ്ക്ക് വിചാരിച്ച ആ രണ്ടിനും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല. അവന്റെ ഗുണ്ടായിസം കൊണ്ട് ഒന്നും നടക്കാൻ പോയില്ല. അപ്പോ അവൻ പോലും അറിയാതെ അവന് വേണ്ടി ഒരു സഹായം, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തോന്ന് സങ്കടപ്പെടുത്തണം? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് പേർക്ക് സന്തോഷം കിട്ടാൻ ഒരാൾ വിഷമിച്ചാൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കുറച്ച് വിഷമിപ്പിക്കാൻ വന്നത്. അതിനൊരു തെറ്റുമില്ല. പിന്നെ അവന്റെ കൂട്ടുകാരെ എടുത്ത ആ പട്ടി തീരുമാനം കൊണ്ടല്ലേ അവ അനുഭവിക്കാൻ പോന്നെ. അതിനൊരു തെറ്റുമില്ല കേട്ടാ. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞോണ്ട് എൻ്റെ പൊന്നു മോനെ ലിയോ കുട്ട, നീ എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. ഞാൻ കേൾക്കാനും പോണില്ല. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുക ചെയ്യും. എൻ്റെ പ്ലാൻ അനുസരിച്ച് എന്തായാലും ഞാൻ അവനെ സെറ്റ് ചെയ്യുകയും ചെയ്യും. അവനെ ഞാൻ നൈസായിട്ട് തേക്കുകയും ചെയ്യും. അവനെ ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തടിക്കുകയും ചെയ്യും. ഇമോഷണലി വേദനിപ്പിച്ച് പുറത്ത് ചാടിക്കും. നോക്കോ, അതോടെ എൻ്റെ പ്ലാൻ സക്സസ്. എൻ്റെ അനിയൻ എന്നോട് സ്നേഹവും വരും. അത്രേ ഉള്ളൂ. എടാ, എന്നാലും ലൂക്കോടൊന്ന് ചോദിച്ചിട്ട് പോരെ? എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതാ ഞാൻ വീണ്ടും പറയുന്നത്. എനിക്കെന്തോ എടാ വേണ്ട. യവനെ കൊണ്ട് ഇനിയും ഞാൻ ഇവിടെ നിന്ന് യവൻ ക്രാവി എൻ്റെ മനസ്സ് മാറ്റും. സോ ബുദ്ധി ഉപയോഗിക്കുന്നതാണ് നിനക്ക് എന്തുകൊണ്ടും നല്ലത് ലൂയിസ്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല കേട്ടാ. ഞാൻ
തീരുമാനിച്ചതാണ്. വഴി മോറോ മുണ്ടക്കൽ ശേഖര. ഞാൻ പോയി എൻ്റെ ചെറുക്കനെ സെറ്റ് ചെയ്തിട്ട് വരട്ടെ. കഷ്ടപ്പെട്ട് ഒരുങ്ങിയതേ മൂക്കി പിടിക്കാനില്ല, അവനെ കാണിക്കാനാ. ഈ മാറി നിന്നാണ് അങ്ങോട്ട് ഞാൻ പോട്ട്. രാവിലെ വന്നേക്കുന്നവൻ്റെ കുഞ്ഞമ്മേരെ തേങ്ങ കൊലയെന്നും പറഞ്ഞോട്ട്. കുറ്റബോധം പോലും എനിക്ക് ആ സാധനം കുറച്ച് അല്പം കുറവാണ്. ഞാൻ പോയി അവനെ ഒന്ന് പ്രേമിച്ചിട്ട് വരാം. ശരി കർത്താവെ, ഈ പ്രേമിക്കാൻ പോകുന്ന ആ കാശിയിലെ ഇടി കൊണ്ട് തീരാതിരുന്നാൽ മതിയായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഒരു അനിയനെ ഇങ്ങനെ തന്നേക്കണേ കർത്താവേ. ആ